നമ്മുടെ കല്യാണ ദിവസമല്ല കല്യാണ തലേന്നാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രത്യേക ആൾക്കാരുടെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ് ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒന്നും ഇടാത്തത് കറക്റ്റായിട്ട്. ഞാൻ അങ്ങോട്ടേക്ക് വരും എന്തായാലും തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എന്തായാലും കല്യാണത്തിൻ്റെ വീഡിയോ മിസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് എത്തി വണ്ടി വരുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടപ്പെട്ടാണ്? പറയാനില്ല, ബാക്കിയൊക്കെ നിങ്ങൾക്ക് തുടർന്ന് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് കല്യാണ വീട് കേട്ടോ. മാമൻ്റെ വീടുണ്ടാണ്. 2 മാമന്മാരുണ്ട്. 2 മാമന്മാരുടെ വീടാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇതാണ് നമ്മുടെ ബ്രൈഡ് കേട്ടോ, ആര്യ. എൻ്റെ മാമൻ്റെ മോളാണ്. അപ്പോൾ 2 മാമന്മാരാണുള്ളത്. അവരിൽ മൂത്ത ആളുടെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല ഈ ഒരു വീഡിയോ എടുക്കുന്നതിൽ, പെട്ടെന്ന് എടുക്കാമെന്ന് കരുതി. അപ്പോൾ എന്താ പറയുക, കുറച്ച് പേരൊക്കെ എന്നോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തായിരുന്നു കല്യാണ വീഡിയോ എടുക്കണം, മിസ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ പെട്ടെന്ന് എടുത്തതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല. പിന്നെ ഞാൻ അങ്ങ് എടുക്കാമെന്ന് കരുതി. അപ്പം തലേ ദിവസം രാവിലെയൊക്കെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെയൊക്കെ പുറത്തൊക്കെ പോയിട്ട് ഒരു 11 മണിക്കൊക്കെ എത്തിയത്. എന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് എന്നിട്ട് ഒരു 3 മണിക്കെങ്ങാണ്ടാവും തിരിച്ച് വീട്ടിൽ പോയത്. എന്നിട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു 4:30 ആ സമയത്ത് എങ്ങാണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ വലിയച്ഛനും വല്യമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിച്ച് അവരുടെ കൂടെ പന്തലിലൊക്കെ പോയി അവർ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവർ തിരിച്ചു പോയ പിന്നെയാണ് കാര്യമായിട്ട് വീഡിയോ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് പേരൊക്കെ വന്നിങ്ങനെ പോകുന്നുണ്ട്. ആര്യ ഒരുങ്ങി റെഡിയായി നിന്നിട്ടുണ്ട് നമ്മളെ ബ്രൈഡ്. അപ്പോൾ അവൾ വടകര നമ്മൾ വില്യാപ്പള്ളിയുള്ള ഒരു സലൂണിൽ പോയിട്ടാണ് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവൾ ഒരു 3 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു വീട്ടിലെത്തുമ്പോഴത്തേനും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ അമ്മ ഇതാ റെഡി ആയിട്ടുണ്ടായിരുന്നു. അമ്മ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മുന്നേ. അപ്പോൾ ആരും ഇതാ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് പോസ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഇപ്പോഴാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിതാ പുടവയുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. സൗരവിൻ്റെ ഏട്ടനും അതേപോലെ ഏട്ടൻ്റെ ഭാര്യ, പിന്നെ അവരെ കസിൻസ് റിലേറ്റീവ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കൂടുതലായിട്ടൊക്കെ അറിയില്ല. പിന്നെ അവരെ മകനും ഉണ്ട്, ആ കുഞ്ഞു മോന്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ പുടവയുടെ പെട്ടിയൊക്കെ കൈമാറിയതിന് ശേഷം അവരൊക്കെ റൂമിൽ, ആര്യൻ്റെ റൂമിൽ ഇരിപ്പുണ്ട്. 2 മാമിമാരാണ് കേട്ടോ. ഒന്ന് ആര്യൻ്റെ അമ്മയും ഒന്ന് വേറൊരു മാമൻ്റെ ഭാര്യയും. അപ്പോൾ മാമി അവർക്കെല്ലാം കൊടുത്തതിന് ശേഷം എനിക്കും കുടിക്കാനുള്ളതൊക്കെ തന്നായിരുന്നു. ഞാനിത് അവിടെ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം കുറച്ച് അവിടുന്ന് മേലെ നിന്ന് കുറച്ച് എന്താ പറയുക എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് എന്താ പറയുക ഷർട്ട് പോലെയൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ താഴത്തേക്ക് വന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേനും അമ്പാടിയും എൻ്റെ കസിൻ ചേച്ചിയുടെ 2 മക്കളാണ് കേട്ടോ. അപ്പോൾ ഇവാനുമായിട്ട് അമ്പാടി ഭയങ്കര കമ്പനിയാണ്. ഇവിടെ നിന്നുള്ള പരിചയമുള്ളൂ, അല്ലാണ്ട് അങ്ങനെ ഫാമിലി എന്താ പറയുക ചേച്ചി വില്യാപ്പള്ളിയാണ്. അപ്പോൾ അങ്ങനെ കാണാറൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്നുള്ള പരിചയം കൊണ്ട് തന്നെ അവന് ഭയങ്കര എന്താ പറയുക ഇവാൻ ചേട്ടൻ്റെ പുറകെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് 2 പേരും. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ എന്താ പറയുക ആര്യയുടെ ചേച്ചിനെ അവരൊക്കെ വന്നവരൊക്കെ കൂട്ടിയിട്ട് പോയിട്ട് പന്തലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവരെ കൂടെ ആര്യക്ക് കമ്പനിയായിട്ട് ഞാനും പോയായിരുന്നു കേട്ടോ. അപ്പം അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ രാത്രിയായല്ലോ, അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോയിട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക വീട്ടിലേക്ക് ഒച്ചപ്പാടും ബഹളവും ആൾക്കാരും ഒക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് കുറേ കഴിഞ്ഞ പിന്നെ എന്താ പറയുക അമ്പാടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനൊക്കെ പോയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കൊടുത്തു അവനും. കാരണം കുഞ്ഞ് അത്രയൊന്നും ഉച്ചയ്ക്ക് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പന്തലിലോട്ടൊക്കെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആൾക്കാർ കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഒരു 8:30 കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ ചുമ്മാ ഒന്ന് ടൗണിലോട്ട് പോയിട്ടോ, കുന്നുമക്കര ടൗണിലോട്ട്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ലൈമോ എന്തെങ്കിലും നൈസായിട്ട് കുടിക്കാമെന്ന് കരുതി. കാരണം ബിരിയാണിയൊക്കെ കഴിച്ച പിന്നെ എന്തൊക്കെയോ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ലൈമിന് പോയിട്ട് ഓറഞ്ച് ജ്യൂസായിരുന്നു കിട്ടിയിട്ടുണ്ടായത്. അതാണെങ്കിൽ അത് എന്ന് കരുതിയിട്ട് ഞങ്ങളിതെല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് കഴിക്കുകയാണ്. കല്യാണത്തിൻ്റെ ഈ തിരക്കിൽ എനിക്ക് കുഞ്ഞു കുഞ്ഞു പോർഷൻസൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ. നമ്മൾ അമ്മേൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ഫാമിലി തന്നെയാണ് കേട്ടോ. പക്ഷേ എല്ലാവരും എനിക്ക് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അമ്മയൊക്കെ പന്തലിലേക്ക് പോയിട്ടിരിക്കുകയാണ്. നമ്മൾ എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ അമ്മയും പിന്നെ ബ്രദറും ശ്രീമോളെ ബ്രദറും അതേപോലെ മാമൻ്റെ മോളൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് കൂടെ പന്തലിലൊക്കെ പോയി കുറച്ച് സമയം അവിടുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവിടുത്തെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതാ വീണ്ടും നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കല്യാണത്തലേന്നുള്ള തിരക്ക് കാരണം എനിക്ക് വീഡിയോസ് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സമയം ഏതാണ്ട് 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ കസിൻസ്, റിലേറ്റീവ്സ്, നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ചെയറൊക്കെ ഇട്ട് നേരത്തെ 10 മണിക്ക് മുന്നേ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഗാനമേളയുടെ പോർഷൻ എത്രത്തോളം എനിക്ക് ഫുള്ള് അതേപോലെ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഫുള്ള് നോക്കിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പം ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 വ്ളോഗ് വരുന്നതായിരിക്കും കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ. Yeah.